പാലക്കാടും ചേലക്കരയും നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം കനത്ത പോരാട്ടം നടക്കാൻ പോകുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയും. തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ക്ഷീണം മാറ്റുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച BJPയെ ഇരു മുന്നണികളും ഭയക്കുന്നുണ്ട്. വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷ UDFന് മാത്രമാണ്. മറ്റ് രണ്ട് മുന്നണികൾക്കും വോട്ട് വർദ്ധിപ്പിക്കുക എന്നതും. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി മികച്ച ഭൂരിപക്ഷം നേടി വിജയിച്ച വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്ന് തന്നെയാണ് മറ്റു മുന്നണികൾ വിലയിരുത്തുന്നത്. എന്നാൽ വയനാട്ടിൽ വിജയിച്ചാലും പാലക്കാട് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ UDFന് അത് വലിയ തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിൽ, അതായത് പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് വില കൊടുത്തും ചേലക്കര നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രമ്യ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിൽ ആലോചനയുള്ളത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വലിയ സ്വാധീനം ചെലുത്തിയ ആളാണ് രമ്യ ഹരിദാസ്. ഇത്തവണ രമ്യയ്ക്ക് ആലത്തൂരിൽ കാലിടറിയതിന് പിന്നിൽ BJP അപ്രതീക്ഷിതമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 20,143 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് CPM സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ വിജയിച്ചിരുന്നത്. 2019 5,33,815 വോട്ട് നേടിയാണ് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് വിജയിച്ചിരുന്നത്. CPM സ്ഥാനാർത്ഥി PK ബിജു അന്ന് ആകെ നേടിയിരുന്നത് 3,74,847 വോട്ടുകളാണ്. 1,58,968 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസിന്റെ കയ്യിൽ നിന്നാണ് K രാധാകൃഷ്ണൻ ഇത്തവണ ആലത്തൂർ തിരിച്ചുപിടിച്ചിരിക്കുന്നത്. 1,88,230 വോട്ടുകളാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയായ സരസു നേടിയിരിക്കുന്നത്. അതായത് 2019 തിരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ടിയോളം വോട്ട് വർധനമാണ് BJPക്ക് ആലത്തൂരിൽ ഉണ്ടായിരിക്കുന്നത്. രമ്യ ഹരിദാസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ഡോക്ടർ സരസുവിന്റെ പെട്ടിയിൽ വീണതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ CPMന് രംഗത്തിറക്കേണ്ടി വരും. BJPയുടെ നിലപാടും ഇത്തവണ ചേലക്കരയിൽ ഏറെ നിർണായകമാകും. 2021 39,400 വോട്ടുകൾക്ക് K രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ വമ്പൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് CPMന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. അതിനായി എല്ലാ ശ്രമങ്ങളും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ ചേലക്കരയിൽ CPMന് കാലിടറിയാൽ അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും സാരമായി ബാധിക്കും. ഇനി ഇവിടെയാണ് യഥാർത്ഥത്തിൽ BJPയുടെ നിലപാട് എത്രത്തോളം പ്രസക്തമാവുന്നു എന്ന് മനസ്സിലാകുന്നത്. ചേലക്കരയിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുക എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ചേലക്കരയിൽ എന്തായാലും വിജയിക്കാൻ BJPക്ക് കഴിയില്ല എന്ന് മുൻപ് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു അട്ടിമറി വിജയത്തിനുള്ള സാധ്യത BJP നടത്തുന്നതാണ്. പക്ഷേ CPMന്റെ തോൽവി ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അത് BJPയുടെ കേരളത്തിലെ പല നീക്കങ്ങൾക്കുമാണ് ഉപകാരപ്പെടുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9,707 വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDFനുണ്ടെങ്കിലും ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. പാലക്കാട് BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മണ്ഡലം എങ്ങനെയും പിടിക്കാൻ അവർ ശ്രമിക്കും. 2019 ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ടും 3,859 വോട്ടുകൾക്ക് മാത്രമാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. ഈ കണക്കുകൾ തന്നെയാണ് BJPയുടെ പ്രതീക്ഷകൾക്കും അടിസ്ഥാനം. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പാലക്കാട് ഇറക്കാനാണ് BJPയും ശ്രമിക്കുന്നത്. അതേസമയം കോൺഗ്രസ് പ്രമുഖ യുവ നേതാവിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അത് ഷാഫി പറമ്പിലും മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചേലക്കര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കനത്ത പോരാട്ടത്തിനാണ്. ഇവിടെ ശ്രദ്ധേയമാകാൻ പോകുന്നത് BJPയുടെ തന്ത്രങ്ങൾ തന്നെ ആയിരിക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ട വെച്ച് മുന്നോട്ടു പോകുന്ന BJP കേരളത്തിൽ ആ മുദ്രാവാക്യം മാറ്റി കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും BJPക്ക് കഴിഞ്ഞതോടെയാണ് കേരളത്തിൽ BJP ഉന്നം വെക്കുന്നത് CPM ആയി മാറിയത്. CPMനെ തകർത്താൽ മാത്രമേ കേരളത്തിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാകൂ എന്നാണ് BJP കരുതുന്നത്.
CPMന്റെ ഹിന്ദു വോട്ടുകളാണ് BJP ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പല ഉറച്ച കോട്ടകളിലും കടന്നുകയറാൻ കഴിഞ്ഞത് BJPയുടെ ആത്മവിശ്വാസം കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ചേലക്കരയിൽ CPMനെ പരാജയപ്പെടുത്തി എങ്ങനെയും വിജയം നേടിയെടുക്കാൻ, ഒരു അട്ടിമറി വിജയം നേടാൻ BJP ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം BJPയെയും വലതുപക്ഷത്തെയും എതിർത്തു നിൽക്കേണ്ടത് CPMന്റെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. അതേസമയം നേതൃത്വത്തിനുള്ളിലെ തർക്കങ്ങളിൽപ്പെട്ട ഇടതുപക്ഷത്തിന് കൂടുതൽ ശ്രദ്ധ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരേണ്ടതും അനിവാര്യമാണ്. മതന്യൂനപക്ഷങ്ങളെ അടക്കം ഇടതുപക്ഷത്തു നിന്നും അകറ്റിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരുന്നു. നേതാക്കളുടെ ജനങ്ങളോടുള്ള മാന്യമായ പെരുമാറ്റത്തിലൂടെയും പൊതുകാര്യങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെയും ജനപ്രീതി നേടേണ്ടിയിരുന്ന CPM എന്നാൽ വ്യതിചലിച്ചു പോയത് CPM വോട്ട് ബാങ്കിനെയാണ് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. തെറ്റുതിരുത്തൽ നടപടി വെറും യോഗങ്ങളിൽ മാത്രമാക്കി ചുരുക്കാതെ പൊതുസമൂഹത്തിനും പാർട്ടി അനുഭാവികൾക്കും ബോധ്യപ്പെടുന്ന നടപടികളായിരുന്നു നേതൃത്വം സ്വീകരിക്കേണ്ടിയിരുന്നത്. വീണ്ടും ഇടതുപക്ഷ നേതൃത്വം അത് തിരിച്ചറിയാതെ പോവുകയാണെങ്കിൽ ഇടതുകോട്ടയായ ചേലക്കരയും ഇടതുപക്ഷത്തെ കൈവിട്ടു കളയുന്നതാണ്. ശക്തമായ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമല്ല, CPMന് വീഴ്ചയുണ്ടായത് കൊണ്ടുകൂടിയാണ് BJP കേരളത്തിൽ ഇത്രയധികം മുന്നേറ്റമുണ്ടാക്കിയത്. 20% BJP വോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 60 നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. കേരളം BJPക്ക് ബാലികേറാമല അല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞതായാണ് 2 കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന BJP നേതൃയോഗം അവകാശപ്പെട്ടിരിക്കുന്നത്.